Dear students, let's go to the activity given in page number 34. So, activity 1. Some of the events of the story are illustrated below. ഒരു സ്റ്റോറിയുടെ ചില ഇവൻറ്റ്സ്, ചില ഭാഗങ്ങൾ ഇവിടെ നമുക്ക് ചിത്രത്തിൻ്റെ രൂപത്തിൽ താഴെ തന്നിട്ടുണ്ട് അല്ലേ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചർ ഗിവൺ. ആ പിക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സിംഹത്തിൻ്റെയും എലിയുടെയും സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് എഴുതി നോക്കാം. സോ ദ ലയൺ ആൻഡ് ദ മൗസ്. വൺസ് upon എ ടൈം എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ എ ഫോറസ്റ്റ്. ഒരിക്കൽ ഒരു ഫോറസ്റ്റിൽ ഒരു ലയൺ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എ പ്ലേഫുൾ മൗസ് സോ ദ സ്ലീപ്പിംഗ് ലയൺ ആൻഡ് ജംപ്ഡ് ഓൺ ഹിം ടു പ്ലേ വിത്ത് ഹിസ് മെയിൻ. അപ്പോഴാണ് ഒരു നല്ല കുസൃതിയായിട്ടുള്ള ഒരു മൗസ്, ഒരു എലി ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ലയണിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ എലി എന്ത് വിചാരിച്ചു, നമ്മുടെ ലയണിൻ്റെ ആ മെയിനിൽ കളിക്കുക എന്ന് കരുതി. ദ ലയൺ വോക്കപ്പ് ഫ്രം ദ ഡിസ്റ്റർബൻസ് ആൻഡ് കോട്ട് ദ മൗസ്. അപ്പോൾ ഇങ്ങനെ ഈ ഇതിൻ്റെ തലയിൽ പിടിച്ചിങ്ങനെ വലിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിങ്ങനെ ഡിസ്റ്റർബൻസ് ആയപ്പോൾ നമ്മുടെ ലയൺ ഉറക്കത്തിൽ നിന്ന് എണീറ്റു, എലീനെ കണ്ടു, എലീനെ പിടിച്ചു. ഹി വാസ് അബൌട്ട് ടു ക്രഷ് ദ മൗസ് ടു ഡെത്ത്. എലീനെ അപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൽ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ച് നമുക്ക് അത്രയും ദേഷ്യമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, സിംഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഈ എലീനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദ മൗസ് അപ്പോളജൈസ്ഡ് ഫോർ ഡിസ്റ്റർബിങ് ഹിം ആൻഡ് പ്രോമിസ്ഡ് ഹി വുഡ് ഹെൽപ്പ് ദ ലയൺ ഇൻ ദ ഫ്യൂച്ചർ ഇഫ് ഹി സ്പെയർഡ് ഹിസ് ലൈഫ്. നമ്മുടെ എലി വല്ലാതെ പേടിച്ചു പോയി. എലി സിംഹത്തിനോട് അപ്പോളജൈസ് ചെയ്തു, മാപ്പ് ചോദിച്ചു, ഞാൻ ഡിസ്റ്റർബൻസ് ചെയ്തതിന് മാപ്പ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. എന്നെ ഇപ്പോൾ വെറുതെ വിട്ടാൽ ഫ്യൂച്ചറിൽ ലയണിന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വരികയാണെങ്കിൽ അന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ദ ലയൺ അക്സെപ്റ്റഡ് ദ ഡീൽ ആൻഡ് ഡിഡ് നോട്ട് കിൽ ദ മൗസ്. ഓക്കെ, ലയൺ അപ്പോൾ ഡീല് സമ്മതിച്ചു, എലീനെ വെറുതെ വിട്ടു. വൺ ഡേ ദ ലയൺ ഗോട്ട് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. ഒരു ദിവസം ഈ ലയൺ ഒരു ഹണ്ടറിൻ്റെ, ഒരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി. ഹി കുഡൻ ഫ്രീ ഹിംസെൽഫ് ആൻഡ് പ്ലീഡഡ് ഫോർ ഹെൽപ്പ് ഫ്രം എനി വൺ ഹൂ കുഡ് ഹിയർ ഹിം. കുറേ ട്രൈ ചെയ്തു പുറത്തേക്ക് വരാൻ, പക്ഷേ നമ്മുടെ ലയണിന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ലയൺ എന്ത് ചെയ്തു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഉറക്കെ അലറി വിളിച്ചു, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. ദ മൗസ് ഹേർഡ് ദ ലയൺസ് ക്രൈസ് ആൻഡ് കെയിം ഫോർ ഹിസ് ഹെൽപ്പ്. അപ്പോൾ നമ്മുടെ മൗസ് എന്ത് ചെയ്തു, നമ്മുടെ മൗസ് ഈ ലയണിൻ്റെ കരച്ചിൽ കേട്ടു. മൗസ് അന്ന് വാക്ക് കൊടുത്തിരുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ലയണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓടിയെത്തി. ദ മൗസ് ച്യൂഡ് ത്രൂ ദ നെറ്റ്സ് വയേഴ്സ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത് ടു ഫ്രീ ദ ലയൺ. ഈ ലയണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷാർപ്പ് ടീത്ത് കൊണ്ട് ഈ വല ഓരോന്നോരോന്നായി കടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി. ദ ലയൺ താങ്ക്ഡ് ദ മൗസ് ആൻഡ് ദേ ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ രക്ഷപ്പെട്ടപ്പോൾ ലയൺ നമ്മുടെ മൗസിനോട് താങ്ക് യു പറഞ്ഞു. പിന്നീട് അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ഇതാണ് നമ്മുടെ സ്റ്റോറി.